ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും ജനങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കും. ഈ ഘട്ടത്തിൽ ശ്രീ ആൻ്റോ ആൻ്റണി വിജയശ്രീലാളികളെ നിൽക്കുകയാണ്. ഞങ്ങൾ സമ്പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. സത്യത്തിൽ ഇടതുപക്ഷ നേതാക്കന്മാർക്കും അറിയാം, തെരഞ്ഞെടുപ്പ് ഗോതയിൽ അവർക്കത് പറയാൻ കഴിയില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്. ഞങ്ങളത് അംഗീകരിക്കുന്നു. ഈ രാജ്യത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാവുക, അല്ലെങ്കിൽ ഇതൊരു ഇടതുപക്ഷ പോരാട്ടമെന്നോ അല്ലെങ്കിൽ ഞങ്ങളും അവർ തമ്മിലുള്ള പോരാട്ടമോ അല്ല, ഈ രാജ്യം നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇതൊക്കെ ശരിയാണ് ശ്രീ പഴകുളം. പക്ഷേ LDF ഇപ്പോഴും സംശയിക്കുകയാണ് ആന്റണി ഇങ്ങനെ അനിൽ ആന്റണിയെ തള്ളി പറഞ്ഞിട്ടും അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഇടതുപക്ഷ മുന്നണി ഈ വരട്ട് തത്വവാദവും അടവ് നയങ്ങളും കാലാകാലം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ അതൊന്നും ഇവിടെ വില പോയില്ല. AK ആന്റണിയെ പോലെ ഒരു ദേശീയ നേതാവ് ഇത്ര സ്ഫുടമായ ഭാഷയിൽ വളരെ ശക്തമായി പറഞ്ഞത് രാജ്യത്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പത്തനംതിട്ടയിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതി, പ്രവർത്തന ശൈലി, അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത, ഇതെല്ലാം രാജ്യത്ത് തന്നെ ഒരു വലിയ മോഡലാണ്. അപ്പോൾ AK ആന്റണി ഒരു അക്ഷരം പറഞ്ഞാൽ തന്നെ അത് ഏറ്റുവാങ്ങാൻ കേരളത്തിലെ ജനങ്ങൾ ഇന്നും തയ്യാറായിട്ടുണ്ട്. പക്ഷേ പഴകുളം അനിൽ ആന്റണി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്രയും തലമുതിർന്ന നേതാവ്, 84 വയസ്സ് ആയി അദ്ദേഹത്തിന്. 2014 മുതൽ AK ആന്റണി പറയുന്ന ആഹ്വാനം ജനം ചെവിക്കൊള്ളുകയല്ല തള്ളിക്കളയുകയാണ് എന്ന്. ഇതുവരെ നമ്മളെല്ലാം അദ്ദേഹം ഇവിടെ വന്നിറങ്ങിയപ്പോൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തിനൊരു വിവരമില്ലാത്ത സ്ഥാനാർത്ഥിയാണെന്നാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു ഗുരുത്വമില്ലാത്ത സ്ഥാനാർത്ഥിയാണെന്ന് കൂടി വോട്ടർമാർക്ക് ബോധ്യപ്പെട്ടു. AK ആന്റണി കാലഹരണപ്പെട്ടു എന്ന് പറയുന്നത് AK ആന്റണിയുടെ മകനാണ്. അതിനേക്കാൾ കടുപ്പിച്ചൊരു വാക്കൂടെ പറഞ്ഞു, ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന നായ്ക്കളാണ് എന്ന്. അത് അദ്ദേഹത്തിൻ്റെ നിലവാരം, വില എത്രയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണ 2,96,000 വോട്ട് നേടിയ BJPക്ക് ഇത്തവണ അതിൻ്റെ പകുതി പോലും കിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥി ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ്. പക്ഷെ പഴകുളം അനിൽ ആന്റണിയെ പോലെ ഒരാളെ ലൈംലൈറ്റിൽ നിർത്താനുള്ള ഒരു പദ്ധതിയാണ് ഇത് എന്ന് ഈ പറഞ്ഞ LDF പറയുന്നു. ഞാനിതൊരു അനിൽ ആന്റണി ഒരു CPM ചർച്ചയായിട്ട് ഇതിന് ഒതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഒരു ഫ്ലിംസി ആയിട്ടുള്ള ഒരു ചെറിയ കാര്യമാണ്. സത്യത്തിൽ ഈ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണെന്ന് തിരിച്ചറിവ്. അങ്ങനെയല്ല, നിങ്ങളുടെ നേതാക്കന്മാർക്ക് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിടേണ്ടി വന്ന ഒരു ചോദ്യമാണ് ആന്റണി പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് ഇറങ്ങുമോ ഇല്ലയോ എന്നത്, അല്ലേ? അതടക്കമുള്ള ചോദ്യം ആന്റണിയോട് ചോദിക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് ആന്റണി ഇത്ര കൃത്യമായൊരു നിലപാട് പറഞ്ഞത്. അതിൽ പോലും രാഷ്ട്രീയമായി സംശയാലുക്കളാണ് LDF. അതിന് അവരോട് കൃത്യമായൊരു മറുപടി നൽകുക. വേണു, AK ആന്റണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രചരണത്തിന് വരാത്ത ആളാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇത്തവണയും AK ആന്റണി വരണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലെ ഒരു ആഹ്വാനം മാത്രം മതി. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളും കോൺഗ്രസ് അനുഭാവികളും ഞങ്ങളുടെ സിമ്പതൈസേഴ്സും എല്ലാവരും അത് അംഗീകരിച്ചു കഴിഞ്ഞു. അനിൽ ആന്റണി ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? അയാൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രം ഈ രാജ്യത്തിൻ്റെ ശത്രുവാണെന്ന് AK ആന്റണി പറഞ്ഞാൽ അതിനപ്പുറം ഞങ്ങൾക്ക് എന്ത് വേണം ആഹ്ലാദിക്കാൻ? അതുപോലെ ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ ആൻ്റോ ആന്റണിയുടെ വിജയ സാധ്യത വലിയ ഒന്നാണ്. ഇത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി ഒരു ചെറിയ ഇടവേള വാങ്ങുന്നേ ഉള്ളൂ. ഇലക്ഷൻ വരെ അദ്ദേഹം തൊട്ടുപോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങോട്ട് പോകും എന്ന് BJP സത്യസന്ധമായിട്ട് അല്ല അവരുടെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്ന അറിയാം. കേരളത്തിൽ അവർ CPM-ആയിട്ടൊരു ബന്ധത്തിലാണ്. ആ ബന്ധം മുറുകെ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ തോമസ് ഐസക്ക് വെറുതെ വിട്ടേക്കാം. അല്ലെങ്കിൽ ന്യായമായും ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മണിയടിച്ച് പണം 9.72% കൊള്ളപ്പലിശയ്ക്ക് വാങ്ങിയതും ലൈഫ് മിഷൻ്റെ പണം കവർന്നെടുത്തതുമായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ തോമസ് ഐസക്കെതിരെ ഉയർത്തുന്നിട്ടുണ്ട്. ED സത്യസന്ധമായി അന്വേഷിച്ചാൽ ഈ ഇലക്ഷൻ 26-ാം തീയതി കഴിഞ്ഞാൽ 27-ാം തീയതി അദ്ദേഹത്തിന് നേരെ പോകേണ്ടി വരുന്നത് അങ്ങോട്ടാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം എങ്ങോട്ട് പോകും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇവിടെ CPM പാർട്ടി പോലും അവരുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവർക്കൊരു സ്വീകാര്യത തന്നെ ഇല്ല. അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം ഒരു വികസന ശില്പിയാണ് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പം ഞങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, 20 വർഷം MLA ആയ ആലപ്പുഴയിൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ജോലി കൊടുത്ത 100 പേരുടെ പട്ടിക കാണിക്കാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഇതുവരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കിഫ്ബി എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് പദ്ധതി അതിന് ശില്പിയാണെന്ന് അവർ തന്നെ പ്രചരിപ്പിക്കുകയാണ്. ഓരോ ജനങ്ങളും അത് കണ്ട് മനസ്സിലാക്കി ഈ കേരളത്തെ കടക്കെണിയിലാക്കിയ കിഫ്ബി ഉൾപ്പെടെയുള്ള ഈ തലതിരിഞ്ഞ നയങ്ങളുടെ ശില്പി അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് ഇവിടെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്.